ഇഡ്ഡലി വട പെപ്സി കോല സൂം സൂം സൂം. കൊച്ചി നഗരത്തിലെ ഒരു ചെറിയ കോളനി. അവിടെ 2 വീടുകൾ. ഒന്നിൽ മുന്ന, മറ്റേതിൽ ചിന്നു. മുന്നയ്ക്ക് ചിന്നുവിനെ വളരെ ഇഷ്ടമാണ്. തൻ്റെ ജീവനേക്കാളേറെ ഇഷ്ടം. അവൻ എന്നും അവളെ കാണണം, അവളോടൊപ്പം കളിക്കണം, അവളോടൊത്ത് സംസാരിക്കണം. അവൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. അവൾ എന്തു പറയുന്നോ അതൊക്കെ. കല്യാണ കച്ചേരി പോകാമേ, അത് കണ്ണാടി തല്ലാടി വാടാമേ. അവന് കല്ലോണ്ട് ഒരു ഏറ് കൊടുക്ക. അറിഞ്ഞു കൊടുക്കണോ അറിയാതെ കൊടുക്കണോ? അറിയാതെ കൊടുത്താ മതി. നല്ല ചെമ്മീൻ കറിയുണ്ട്, പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളി. എന്റെ തലയിൽ ആരോ കല്ലെറിഞ്ഞ്. അയ്യോ ചോര ചോര. അയ്യോ പാടി പറഞ്ഞു. എനിക്കൊന്നും അറിയില്ലേ, ഞാൻ പാട്ടും പാടിക്കൊണ്ട് വരികയായിരുന്നു. സോളോ സോങ് ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആയി പോയേ. ഗ്രൂപ്പ് സോങ് ആയിരുന്നെങ്കിൽ ആരെങ്കിലും ഉണ്ടായിരുന്നേ. അയ്യോ പിറകി തെറിച്ചോണ്ട് ആരാണെന്ന് കാണാൻ പറ്റിയില്ല. ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്, കിട്ടാനും പ്രയാസം. ഇപ്പൊ എല്ലാവരും അറിയുന്ന പോലെ ഒന്ന് കൊടുക്കാവോ? തല പോയേ. അങ്കിളിനെ ആരെ എറിഞ്ഞെന്ന് എനിക്കറിയാം. ആരാടാ? ഞാൻ തന്നെയാ. അയ്യോ നിക്കവിടെ. ഇടാ മുഞ്ഞ നിക്കവിടെ. ചിന്നു പറഞ്ഞിട്ടാണോ? താൻ കേട്ടോ? തന്റെ മുന്നാരവാള് പറഞ്ഞിട്ടാണെന്ന്. എന്താടി, എന്തിനാ അടിക്കാൻ പറഞ്ഞേ? ഈ അങ്കിളെ ദിവസം വെള്ളം അടിച്ചോണ്ട് വന്ന ആന്റി അടിക്കാ. ഇന്നലെ എത്ര മാത്രം അടിച്ചെന്നറിയാവോ? അത് മാത്രമല്ല, ഇയാൾക്ക് ഒരു സെറ്റപ്പ് ഉണ്ട്. അതാണ് ചിന്നുവിന് വിഷമോ. അതിന് ചിന്നു എന്തിനാടാ വിഷമിക്കുന്നത്? അയാളുടെ ഭാര്യ അടിക്കും തൊഴിക്കും. അത് വേണ്ട വേണ്ട മോനെ മുന്ന, നീ ഇയാളുടെ മേത്ത് കല്ലെടുത്തെറിഞ്ഞത് എനിക്ക് വേണ്ടിയാണോ? എന്റെ പൊന്നു മോനെ ചക്കരക്കുട്ട, ഇനി ഇയാളെ എവിടെങ്ങാനും കണ്ടാലുണ്ടല്ലോ ഒരു വലിയ കല്ലെടുത്ത് ഇയാളുടെ മേത്ത് എറിയണേ. അങ്ങോട്ടോ ഞാൻ പോരാന്ന് പറഞ്ഞ് വേറെ വെച്ചിട്ടുണ്ട്. ഇത്രയും ഇഷ്ടത്തോടെ കഴിഞ്ഞ ഇവർക്കിടയിൽ ഒരിക്കലൊരു പിണക്കമുണ്ടായി. അതൊരു വലിയ പിണക്കമായിരുന്നു. മുന്ന എത്ര ശ്രമിച്ചിട്ടും ചിന്നുവിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ചിന്നു വലിയ ദേഷ്യത്തിലായിരുന്നു. ചിന്നു, ഈ പേരൊക്കെ എടുത്തോ. എനിക്ക് വേണ്ട. പെണ്ണുങ്ങളി ചിന്നു എന്നോട് മിണ്ട്. ഞാൻ മിണ്ടില്ല, ഞാൻ മിണ്ടില്ലെന്ന് സത്യം ചെയ്തു പോയില്ലേ? ചിന്നു ചിന്നു നിക്ക് ചിന്നു, എന്നോട് പെണ്ണുങ്ങളേ. നീ എന്റെ അടുത്ത് മിണ്ടണ്ട. അങ്ങനെ പറയില്ല ചിന്നു, പ്ലീസ് ചിന്നു. ഞാൻ മിണ്ടണ്ടെന്ന് പറഞ്ഞതല്ലേ? എത്ര ദിവസം? എന്തിനാ എത്ര ദിവസം എന്നൊന്ന് പറ. ദിവസങ്ങളല്ല, വർഷങ്ങളോളം. എത്ര വർഷം? 10 12. 10 12? കറക്റ്റ് ആയിട്ട് പറ. 12. അത്ര ദിവസം ഞാൻ മിണ്ടാതിരുന്ന നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം. ശരി, ഇത് മറക്കരുത്. ചിന്നു, അവസാനമായിട്ട് ഒന്ന് ടാറ്റ പറയോ? അച്ഛാ, ചിന്നു എന്നോട് പിണങ്ങി. എന്നോട് 12 വർഷം മിണ്ടില്ല എന്ന് പറഞ്ഞു. അവളെ കാണാതെ, അവളോട് മിണ്ടാതെ എനിക്ക് ഇവിടെ കഴിയാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇവിടെ നിന്ന് പോവാ, പക്ഷെ ഞാൻ തിരിച്ചു വരും. എന്റെ കല്യാണ ദിവസം തീർച്ച. സത്യം പറ, നീ എന്താ ചെയ്തത്? നിങ്ങൾ എന്താ പ്രശ്നം? എന്താ കാര്യം? എന്താന്ന് പറ. പറ്റാതിരിക്കുന്ന അവൻ പോയി. വീട് വിട്ട് എന്റെ മോൻ എവിടെയാ പോയെന്ന്? മോളെ ചിന്നു, ഒന്ന് പറ മോളെ. മുന്നേ എവിടെയാ പോയത്? നിന്നോട് വല്ലതും പറഞ്ഞിട്ടാണോ പോയത്? ദൈവത്തെ ഓർത്ത് പറ മോളെ. ഇവള് കൂടോത്രം ചെയ്തിട്ടാ പോയത്.
കൊച്ചുകുട്ടി കൂടോത്രം ചെയ്യുന്നു. താൻ എന്തായി പറയുന്നത്? ഇവളാണ് കാരണം. അതാണ് എങ്ങോട്ടോ പോയത്. തന്റെ മോൻ പോയതിന് എന്റെ മോളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇയാള് പറയുന്നത് വിശ്വസിക്കണ്ട. ആദ്യം ഇവിടെ അറസ്റ്റ് ചെയ്ത് അകത്താക്കപ്പോ എല്ലാം തെളിയും. സാർ എന്തേ കൊച്ചിനെ എന്താ അറസ്റ്റ് ചെയ്യാൻ പോവാ? നോക്കിയിരിക്കുന്നത്? അവിടെ ഇവിടെ അന്വേഷിച്ചിട്ട് അവനെ കിട്ടിയില്ല. കാശ് പോലും എടുക്കാതെയാ പോയിരിക്കുന്നത്. കൊച്ചു പയ്യനല്ലേ, എവിടെ പോയാലും എത്തിക്കോളും. അവൻ കൊച്ചു പയ്യനാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എന്നാ അവൻ അറിയില്ലല്ലോ. എടി ചിന്നു, ചിന്നു ഇവിടെ ഇരിക്കുകയാണല്ലേ? എവിടെയാടി എന്റെ മോൻ? പറയടി. അവനെ പറഞ്ഞു വിട്ടിട്ട് മിടിക്കുക ഇവിടെ ഇരുന്ന് പഠിക്കുകയാണല്ലേ? എന്റെ ചക്കര കുട്ടനെ താടി എവിടെയാ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? തനിക്ക് ഇത് എന്തിന്റെ സുഖേടാ? എന്താ എപ്പോ നോക്കിയാലും കുട്ടി ഇങ്ങനെ ശല്യം ചെയ്യാ? താൻ പഠിക്കാൻ വിടില്ലേ? കൊല്ലൂല താൻ. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. എന്റെ മോൻ പോയ അന്നേ നിങ്ങളെ കൊല്ലണമായിരുന്നു. എങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. എന്തായിരുന്നാലും ഞാൻ കൊല്ലും. എന്റെ മോനെവിടെ? എന്റെ മോനെവിടെ പോയാ? ചേച്ചി, ഈ ചെക്കനുണ്ടല്ലോ, എന്നെ കെട്ടിക്കൊണ്ടൊരു ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വിഷ സാധനം അത്. ഞങ്ങളുടെ ആദ്യരാത്രിയില് അച്ഛനോട് കിടക്കണമെന്ന് ചോദിച്ചാൽ അടിക്കാൻ വന്നവൻ അവൻ. അവൻ തിരിച്ചു വരാതിരുന്നാ മതിയായിരുന്നു. ചിന്നു, എന്റെ മോൻ എവിടെ? പറയടി, പറയാൻ. താൻ എന്തായി കാണിക്കുന്നേ? പാതിരാത്രി വീടിന്റെ മുന്നിൽ വന്നിരുന്ന് ശല്യപ്പെടുത്തുകയാണോ? എന്നും ഇങ്ങനെ എടി വന്ന് വന്ന് എവന്റെ ശല്യം സഹിക്കാൻ പറ്റാതായി പോയല്ലോ. എന്റെ മുന്നേ എവിടെ പോയിന്ന് പറ. എടി ഹേമേ, ഒന്ന് വന്ന് വിളിച്ചോണ്ട് പോ. എന്റെ ഈശ്വരാ, പിന്നെ തുടങ്ങിയോ? എന്ത് കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ? വന്നേ. എന്റെ മുന്നേ എവിടെ പറ. ഞാൻ പറഞ്ഞത് വാ ഇങ്ങോട്ട്. എവിടെ പോകുന്നടാ? ബാഗ് അവിടെ വെക്ക്. അവിടെ പോവുകയാണല്ലേ? എന്താ നിക്കണോ? എല്ലാരും പോവുകയാണല്ലേ? വയ്ക്കോ. എനിക്കുണ്ടായിരുന്ന ഒറ്റ മോനെ എല്ലാരും കൂടി ഇവിടുന്ന് പറഞ്ഞയച്ചില്ലേ? ഇനി സന്തോഷത്തോടെ ഇവിടുന്ന് വയ്ക്കോ. തന്റെ മോനെ ഞങ്ങൾ തന്നെ പറഞ്ഞയച്ചത്. ഒന്ന് പെട്ടെന്ന് എടുത്ത് വെക്കണോ? വേഗം ഒന്ന് പാടി. പോടാ. പിന്നെ പോകാതെ ഇവിടെ തന്നെ ജീവിക്കണോ? വിടില്ല, നിന്നെ വിടില്ല. ഏത് സമയത്താണോ എനിക്ക് ഈ കൊച്ചി വരാൻ തോന്നിയത് അന്നേ എന്റെ ജീവിതം കട്ടാ പോകയാ. എന്റെ മോൻ മോഹൻലാലിനെ പോലെ വലിയൊരാളായി തീരുമെന്ന് വിചാരിച്ചിരുന്നതാ. അയൽവക്കത്തെ ഒരു നശിച്ച ഫാമിലിയുമായി കൂട്ടുകൂടിയത് കാരണം അവൻ എന്നെ വിട്ടിട്ട് എവിടേക്കോ ഓടിപ്പോയി. എന്റെ സ്വത്ത് മുഴുവൻ വിറ്റ് ചെലവാക്കി ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു. ഇപ്പൊ അവൻ എവിടെ ഉണ്ടെന്ന് എങ്ങനെ ഇരിക്കുന്നെന്ന് ഒരു ചുക്കും അറിയില്ല. தேவையில்லாம பிரச்சனை பண்ணாதடா டேய். இன்னைக்கு நம்ம தலைவர் ரஜினிகாந்தோட படம் ரிலீஸ். அண்ணன் மார்னிங் ஷோ படம் பார்த்துட்டு வரான், அப்புறம் சண்டை போடுறான். என்ன ஓகேயா? இந்த கோழிக்கடை ஆறுமுக ஏரியால வந்து என் சிஸ்டர்கள் லைன் போடுறான் அந்த நாய். மச்சி, உனக்கு மார்னிங் ஷோ கேக்குதாடா? கிளைமேக்ஸை காட்டுறேன்டா.
இவன் அடிக்கிறதுக்குள்ள தலைவர் படத்துல ஃபர்ஸ்ட் ஹாஃபே முடிச்சு போயிருண்டா. ഒറ്റയടിക്ക് നിന്റെ പണി തീരാൻ പോവുക. നാ ഒരു തടവ സൊന്ന 100 തടവ സൊന്ന മാത്രം എന്ന ബെറ്റ. தலைவா